ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. നിങ്ങളുടെ ഉള്ളിലുള്ള പാഷൻ, ക്രിയേറ്റിവിറ്റി, ധൈര്യം എന്നിവ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തയ്യാറാവുക. ക്വീൻ ഓഫ് വാൻസ് എന്നത് ഇൻഡ്യൂഷൻ്റെയും പാഷൻ്റെയും റാണിയാണ്. അതുപോലെ മറ്റുള്ളവരുടെ വഴികാട്ടിയായും അഥവാ മെൻറ്ററായും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണിത്. കൃത്യതയും ധൈര്യവുമാണ് ഇവരുടെ ആയുധം. അതുപോലെ തന്നെ നിങ്ങളും ആകാൻ ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു മാറ്റം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ നേരിടാൻ ചാൻസ് ഉള്ള ഒരു തടസ്സമായി ലഭിച്ചത് ഏസ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. അതായത് ഇമോഷണൽ ഓപ്പൺനെസ്സിൻ്റെ അപര്യാപ്തത. നിങ്ങളുടെ വികാരങ്ങളെ, ഇമോഷൻസിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു പ്രവണത നിങ്ങളിലുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറച്ചുവെക്കുക, സങ്കടം വന്നാൽ കരയാതെ പിടിച്ചു വയ്ക്കുക തുടങ്ങി വൾണറബിൾ ആകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയം, ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നേരിട്ട ചില അനുഭവങ്ങൾ നിങ്ങളിലുണ്ടാക്കിയ മുറിവുകളായിരിക്കും ഇതിന് കാരണം. നിങ്ങളിവിടെ നിങ്ങളുടെ ഫീലിങ്സിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് ആകുന്ന നദിയുടെ കുറുകെ ഒരു ഡാം കെട്ടി തടഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇമോഷൻസിനെ അടിച്ചമർത്തിയാൽ അത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ ബ്ലോക്ക് ചെയ്യുകയും മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ലവേഴ്സ് കാർഡ് റൊമാൻസിനെ കുറിച്ചോ റൊമാൻറ്റിക് കണക്ഷനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഒരു ചോയ്സ് എടുക്കുന്നതിനെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ചോയ്സ് എടുക്കുക, അല്ലാതെ ഭയത്തോടെയല്ല. തീരുമാനം എടുക്കേണ്ടത് എന്ന് ഈ ഒരു കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയാലും, സൃഷ്ടിപരമായ അല്ലെങ്കിൽ ക്രിയേറ്റീവായ എന്തെങ്കിലും ആയാലും, സ്പിരിച്വാലിറ്റി ഇതുമായി ബന്ധപ്പെട്ടായാലും ഹൃദയം പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ സത്യവുമായി, നിങ്ങളുടെ യാഥാർത്ഥ്യവുമായി അടുത്ത് നിൽക്കുന്നത് മാത്രം തിരഞ്ഞെടുക്കുക. താങ്ക് യു ഡിയേഴ്സ്.